ഈ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും എന്ന് പറയുന്നത് രണ്ടും രണ്ട് രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നമ്മളൊരു ബിസിനസ്സിനെ ഒരു വ്യക്തിയായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വമാണ് എന്ത് പറയുന്നത്, ബ്രാൻഡ് എന്ന് പറയുന്നത്. ആളുടെ പേഴ്സണാലിറ്റി, ആളുടെ അപ്പിയറൻസ്, നമുക്കിപ്പോൾ ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി, ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വന്ന് അയാളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഞാനിങ്ങനെയാണ്, ഇന്നെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുമ്പോൾ അതാണ് ശരിക്കും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ടാക്ടിക്സ് ആണ്. അത് ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. നമുക്കിപ്പോൾ പല വിധേനെ നമുക്ക് നമ്മളെ എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് ഉണ്ടാകുന്നൊരു പെർസെപ്ഷനാണ്. നമ്മളെന്താണ്, നമ്മളെങ്ങനെയായിരിക്കണം, നമ്മൾ എവിടെയെല്ലാം നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. മാർക്കറ്റിംഗ് എപ്പോഴും എന്ത് ചെയ്യും, ആളുകളുടെ ഒരു അറ്റൻഷൻ കൊണ്ടുവരികയും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ആളുകളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആളുകൾ നമ്മളെ തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ നമ്മളെ ഓർത്തിരിക്കാനുള്ള റീസണാണ് എന്ന് പറയുന്നത് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾക്ക് വിൽക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു വാല്യൂസും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബ്രാൻഡ് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാൻ പറ്റും. ഈ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഒരുമിച്ച് അലൈൻ ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ബ്രാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.